നാലാമത്തെ ചോദ്യം, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ given by f of x is equal to x square is neither 1 1 nor 1 2. നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് f from r to r and f of x is equal to x square. ഇത് 1 1 അല്ല 1 2 അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ഫംഗ്ഷൻ 1 1 ആകണമെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന്റെ ഇമേജസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇത് 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൗണ്ടർ എക്സാമ്പിൾ കണ്ടെത്തിയാൽ മതി. അതായത് ഡിഫറെൻ്റ് എലമെന്റ്സിന്റെ ഇമേജ് സെയിം ആയിട്ട് വരുന്ന അവസ്ഥ. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. -2ന്റെ ഇമേജ് -2 സ്ക്വയർ, അതായത് 4 എന്ന് വരുന്നു. 2ന്റെ ഇമേജ് 2 സ്ക്വയർ 4 എന്ന് തന്നെ വരുന്നു. അല്ലെങ്കിൽ -1ന്റെ ഇമേജ് -1 സ്ക്വയർ 1 എന്ന് വരുന്നു. 1ന്റെ ഇമേജ് 1 സ്ക്വയർ 1 എന്ന് വരുന്നു. ഇങ്ങനെ പല എലിമെൻറ്റ്സിനും ഇതുപോലെ വരുന്ന അവസ്ഥയുണ്ട് എന്ന് നമുക്കറിയാം. അതായത് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു 1 1 ഫംഗ്ഷൻ അല്ല. നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ദ എലമെൻറ്റ്സ് 2 and -2 in the domain of the function have the same image 4. Therefore f is not 1 1. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കൗണ്ടർ എക്സാമ്പിൾ മാത്രം കണ്ടെത്തിയാലും മതിയാകും. ആ രീതിയിൽ നമ്മളിത് 1 1 അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എക്സിൻ്റെ ഇമേജ് എക്സ് സ്ക്വയർ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ എക്സ് സ്ക്വയറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് നമ്പർ എക്സ് സ്ക്വയറിൻ്റെ വിലയായിട്ട് വരുന്നില്ല എന്ന് നമുക്കറിയാം. ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷേ ഇമേജ് ആയിട്ട് വരുന്ന വാല്യൂസ് 0യും അതിന് മുകളിലേക്കുമുള്ള വാല്യൂസേ വരുള്ളൂ, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് വരുള്ളൂ എന്ന് നമുക്കറിയാം. അതായത് കോഡൊമൈനിൽ വരുന്ന -1 -2 ഇങ്ങനെയുള്ള വാല്യൂസ് ഒന്നും അല്ലെങ്കിൽ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഒന്നും ഒരിക്കലും ഒരു ഇമേജ് ആയിട്ട് വരുന്നില്ല. ഇവിടെ കോഡൊമൈനും റേഞ്ചും ഡിഫറൻറ്റ് സെറ്റുകളായിരിക്കും. കോഡൊമൈൻ ആറും റേഞ്ച് ആയിട്ട് വരുന്നത് സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സും ആയിരിക്കും. ആ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാം. We can imagine that x square is always a non-negative real number. Therefore, there exists elements like -1, -2, etc. in the codomain R of the function, which is not the image of any value from the domain of the function. Therefore, f is not onto. നമുക്ക് ആറിൽ നിന്നും ആറിലേക്ക് വരുന്ന ഫംഗ്ഷൻ്റെ കേസുകളിൽ ഗ്രാഫ് നോക്കിക്കൊണ്ടും ഇത് ഒരു 1 1 ഫംഗ്ഷൻ ആണോ ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നെല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന f of x is equal to x സ്ക്വയറിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, നമുക്ക് കിട്ടുന്നത് മുകളിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു പരാബോളയാണ് f of x is equal to x സ്ക്വയറിൻ്റെ ഗ്രാഫായിട്ട് വരുന്നത്. ഈ ഗ്രാഫിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഗ്രാഫിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ കണ്ടു. മുകളിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു പരാബോള. നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈൻ ഈ ഗ്രാഫിനെ 2 പോയിന്റുകളിൽ കട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആ 2 പോയിന്റുകളുടെ പ്രത്യേകത, ആ 2 പോയിന്റുകളും ഈ ഗ്രാഫിലുള്ള ഈ ഫംഗ്ഷനിലുള്ള പോയിന്റുകളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ y വിലകൾ ഈക്വൽ ആയിരിക്കും, പക്ഷേ അവിടുത്തെ x വിലകൾ ഡിഫറൻ്റ് ആണ്. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള 2 x വിലകൾക്ക് സെയിം y വില വന്നിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഈ ഫംഗ്ഷനിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള 2 x വിലകൾക്ക് സെയിം y വില വരുന്നു. ഇങ്ങനെ ഒരു ഗ്രാഫിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ അത് ആ ഗ്രാഫിനെ 2 പോയിന്റുകളിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതൊരു 1 1 ഫംഗ്ഷൻ ആയിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
ഇതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രാഫ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഗ്രാഫ് -∞ മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ y വിലകൾ വേരി ചെയ്യുന്നത് അത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് -1, -2 അല്ലെങ്കിൽ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിലേക്കൊന്നും ഈ ഗ്രാഫ് കടന്നു വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(r)(r) എന്ന് പറയുകയും അതായത് ഇതിൻ്റെ കോഡൊമൈൻ R ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതേസമയം ഇതിൻ്റെ റേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രാഫ് y ആക്സിൻ്റെ -∞ മുതൽ +∞ വരെ വേരി ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ അത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എവിടെയെങ്കിലും നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ ഈ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ ആ ലൈൻ ഗ്രാഫിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട് എന്നാണെങ്കിൽ അതൊരു 1-1 ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.